ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു ട്രിപ്പ് പോവുകയാണേ. ഫിനാൻസ് ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ട്രിപ്പാണ്. ഞങ്ങളന്ന് ബോട്ടിങ്ങിന് പോകുമ്പോൾ ഒരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ട്രിപ്പ് ഇന്നാണ് ഇപ്പോൾ പോണത്. മൂന്നാറിലേക്കാണ് പോണത്. 6 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൾ എന്നെ അവിടെ കൊണ്ടാക്കി തരും. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങൾ പോണ വണ്ടി ഇതാണ്. അപ്പോൾ വണ്ടി അവിടെ വന്ന് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫിനാൻസിൻ്റെ പേരൊക്കെ ബാനർ കെട്ടിയിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ബാഗൊക്കെ വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, കുറേ പേര് വണ്ടിയിൽ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി അവരവരുടെ സീറ്റുകളൊക്കെ പിടിച്ച്, പിന്നെ ലഗേജ് ബാക്കിൽ വയ്ക്കാത്തവരൊക്കെ മുകളിൽ വയ്ക്കുന്നുണ്ട്. സീറ്റൊക്കെ സെറ്റാക്കി വെച്ച് റെഡിയായിട്ട് പോവാൻ സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല മൂഡിലാണ്. അപ്പോൾ കുറച്ച് പോന്നപ്പോൾ പിന്നെ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസിലാണ് കയറിയത്. അപ്പോൾ സീറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് സിമീനെ എൻ്റെ വീഡിയോയിൽ കാണിക്കില്ല എന്നൊരു പരാതി അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കാണിക്കാൻ വിളിച്ചു. അപ്പോൾ കുറച്ച് പേര് പൂരി വാങ്ങിച്ചു, പിന്നെ ഞാൻ മസാല ദോശ വാങ്ങിച്ചു, ഇഡ്ഡലി വാങ്ങിച്ചു, അങ്ങനെ പലരും പല ഐറ്റംസാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ മസാല ദോശയായിരുന്നു. കോഫി നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു, അവിടേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്ന് പറയുന്നത്. അത് നല്ല ഒരു വ്യൂ ആയിരുന്നു അവിടെ. അതിൻ്റെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പെരിയാർ നദി ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഞങ്ങൾക്കൊക്കെ പേടിയായിട്ട് അതിൽ പോകാൻ വേണ്ടിയിട്ട്. 25 പേർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ തന്നെ 30 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആൾക്കാർ മുന്നേ കയറി പോയിട്ടുണ്ടായിരുന്നു. കയറുമ്പോൾ ഭയങ്കര പേടി തോന്നുന്നു. അങ്ങനെ ആൾക്കാർ കൂടുതലാവുമ്പോൾ അങ്ങനെ വെയിറ്റ് കൊണ്ട് അത് കിടന്ന് ഇങ്ങനെ ആടുമ്പോഴേ ഭയങ്കരമായിട്ട് പേടിയായി എല്ലാവർക്കും. പിന്നിൽ കണ്ടു. അപ്പോൾ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കാഴ്ച കാണാൻ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുമേ കൂടെ അങ്ങോട്ട് അറ്റം വരെ പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. അവിടെ കുറച്ച് അടിയിൽ കുറച്ച് ഇതുണ്ടായിരുന്നു, അത് കണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ മുന്നേ പോയ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കാഴ്ചകൾ, ഇതുപോലെ അങ്ങോട്ട് പോയിട്ട് അവിടെ വരെ പോയിട്ട് അങ്ങോട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എന്തായാലും കയറിയതല്ലേ പൂവന്നെന്ന് ചോദിച്ചു. അവിടെ നിന്ന് വരുന്ന വഴിക്ക് കടയിൽ നിന്ന് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പീസ് പൈനാപ്പിൾ കിട്ടി. അപ്പോൾ ഞാനും അത് കടിച്ചിട്ട് ഞാനും പിന്നാലെ വന്നു. അപ്പോൾ ഇത് മിഞ്ചേച്ചി, പിന്നെ സിമി, ദീപ, പിന്നെ നമ്മുടെ അപ്രൈസൽ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ ഏറ്റവും ബാക്കിലുള്ളത്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഒന്ന് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി. അവിടെ ഒരു ഫിഷ് മസാജ് എന്നൊക്കെ പറയുന്നുണ്ട്, ഫിഷ് തെറാപ്പി എന്താ അങ്ങനെ പറയുക, അത് അങ്ങനെ പറയുന്നുണ്ട്. ഇവർ വെറുതെ അവിടെ കസേരയിലിട്ട് മീനുകളൊക്കെ കാലുമ വന്ന് കടിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വൈകിയ കാരണം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തട്ടേക്കാട് ഭക്ഷ്യസംഘത്തിലേക്ക് പോയത്. അവിടെ അമ്മയ്ക്ക് ഉച്ചയായിട്ടോ. പിന്നെ അവിടെ കുറേ നേരം അത്ര വലിയ കാര്യം ഉണ്ടായില്ല. അവിടെ കുറേ നടന്ന് നമ്മൾ വലഞ്ഞു. അപ്പോൾ നമ്മൾ എവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ കാലത്ത് നേരത്തോടെ പോകണം, അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് പോകണം. അപ്പോൾ ഈ സമയമൊക്കെ കാരണം പക്ഷികളൊക്കെ പുറത്ത് പോയെന്ന് പറഞ്ഞാൽ കാടാണ്. അപ്പോൾ നമ്മുടെ സംസാരിച്ചിട്ടൊക്കെ പോകണം. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിശബ്ദരായിട്ട് പോകണം, എന്നാലേ പക്ഷികളെ കാണുള്ളൂ. അപ്പോൾ പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരെയും കണ്ടൊന്നുമില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട് ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും അത് പറന്നു പോകും. അപ്പം നമുക്കൊന്നും കിളികളൊന്നും ഫോട്ടോ എടുക്കാൻ കിട്ടിയില്ല. എന്നാലും ഞങ്ങളവിടെ നടന്നു. നല്ല കാടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പുതിയ നോക്കിയ ഒരാൾ മാത്രം ഏറ്റവും ലാസ്റ്റായി. അങ്ങനെ ഞങ്ങളവിടെ പോയി. അങ്ങനെ ഓരോരുത്തരും ഓരോ സെറ്റായി പോയി, ഓരോ കൂട്ടായിട്ട് ചിലവരും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ നിറച്ച് മരങ്ങളാണ് ഇവിടെ. നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നല്ല ഉയരത്തിലായ കാരണം ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെറുതെ ഞാനിങ്ങനെ മുകളിലേക്കൊക്കെ നോക്കി പിടിച്ച് ക്യാമറ ഒക്കെ നോക്കി, പക്ഷെ എനിക്കൊന്നും കണ്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടൊക്കെ, പിന്നെ എന്തൊരു അലയും പൂവൊക്കെ കണ്ടിട്ട് നമ്മുടെ കൈതമുള്ളിൽ കൈത
പായൊക്കെ നെയ്യണത്. അതിൻ്റെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെ പറ്റിയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അമ്മ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് പായൊക്കെ നെയ്യാറുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ട് എൻ്റെ കാലം ഒരു കൈതമുള്ളിൽ കുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് കിളികളൊന്നും കാണാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ മുന്നേ പോയവരൊന്നും കാണാനില്ല, ഞങ്ങൾ ബാക്കിലായി പോയി. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളൊരു ചിത്രശലഭങ്ങളുടെ ഒരു പാർക്കുണ്ട് അവിടെ, അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട്. അപ്പോൾ അവിടെ പോയി. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ചിത്രശലഭമൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. ഫോക്കസ് ചെയ്ത് 1, 2, 3 കിട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഇവിടുത്തെ ഗൈഡ് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, ചിത്രശലഭങ്ങളുടെ മുട്ട പ്യൂപ്പ വിരിഞ്ഞിട്ട് ചിത്രശലഭങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതൊക്കെ കണ്ട്. അവിടെ നിന്ന് അത്ര വലിയ കാര്യത്തിലുള്ളതൊന്നുമില്ല. ഇപ്പോൾ ഒരു പൂ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള, അപ്പോൾ അതാണ് ഗൈഡ് കേട്ടോ. അയാൾ നമ്മൾ പൂമ്പാറ്റയുടെ മുട്ട വിരിയണതിനെ കുറിച്ചൊക്കെ പറഞ്ഞ അതിൻ്റെ അതുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്ന് അതൊക്കെ നോക്കി ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ ഒരു പൂവ് കണ്ടു, നല്ല ഭംഗിയുള്ളൊരു പൂവ്, ഒരു വെറൈറ്റി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ കമ്പികൾ കൊണ്ട് നമ്മുടെ ഇതെന്താ മുള്ളമ്പന്നീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കണം. അപ്പോൾ ബിരിയാണി ആണ് കഴിച്ചത്. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു ഹോട്ടലിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റിസോർട്ടിലേക്കുള്ള യാത്രയാണ്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാര്യം ഞങ്ങൾക്കൊക്കെ നല്ല കൗതുകമായിരുന്നു. നല്ല വേറെ പ്രശ്നമില്ല. പിന്നെ എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവരും നല്ല സൈലൻ്റായിട്ട് ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ മലകളും അതൊക്കെ കണ്ട് ഞങ്ങൾ അവസാനം നമ്മുടെ റിസോർട്ടിൻ്റെ ഇടയ്ക്ക് എത്താറായി തുടങ്ങി. അങ്ങനെ റിസോർട്ട് എത്തി. റോക്ക് ക്യാമ്പർ എന്നുള്ള റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി. നമുക്കവിടെ ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ റൂമൊക്കെ എടുത്ത് ഓരോ ഗ്രൂപ്പുകളായിട്ട് ഓരോ റൂമിൽ കയറി. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങി. അവിടെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാറുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഒരു ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ചെറിയ ചെറിയ ഹട്ടുകൾ, ഇങ്ങനെ ഓരോ ഫാമിലിക്ക് താമസിക്കുന്ന ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക ഒരു കാഴ്ചകൾ, ഒരു വാഴയാണത്. അപ്പം അതിൽ നോക്കി അതിൻ്റെ കൊടപ്പൻ ഭാഗമൊക്കെ എന്തൊരു വെറൈറ്റി. ഞാൻ ആദ്യമായിട്ട്, ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടായിരുന്നു. നമ്മൾ റൂമിൽ നോക്കുമ്പോൾ അതിൽ കായുണ്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഉണ്ട് അതിൽ കായുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ട് മൂത്രത്തിൽ കല്ലുണ്ടാവണേ കഴിക്കണ പഴമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഇത് വാഴ എന്താണെന്നൊന്നും നമുക്കറിയില്ല. കണ്ടപ്പോൾ കൗതുകമായിട്ട് നമ്മൾ വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നെ അവിടെ ഊഞ്ഞാലാടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഊഞ്ഞാലടിയിൽ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. ഭയങ്കര കുത്തനെയായിട്ടാണ് അപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ കാല് തെറ്റി വീണ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ വന്ന വഴി അതിലാണോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന്. പിന്നെ ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോയുടെ ലെങ്ത്ത് കൂടി വരുന്ന കാരണം എനിക്ക് അതെല്ലാതും ഇരുന്നാലും എനിക്ക് പരമാവധി ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. എല്ലാവരും എനിക്കിതിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല. കിട്ടിയവരൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് അടിയിലേക്ക്. പിന്നെ ഒരു അമ്പലത്തിൽ നിന്നുള്ളൊരു പാട്ട് അവിടെ നിന്ന് അടിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു മുകളിൽ കുറേ മരങ്ങളും ഇതൊക്കെ ആയിട്ട് നിൽക്കണതിൻ്റെ അവിടെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ ഫാമിലിയും പിന്നെ കുറേ ഇതുപോലെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, വേറെ ആൾക്കാർ.
അപ്പോൾ അതേ ഗ്ലാസ് ബ്രിഡ്ജിന്മേലെ മനോജേട്ടനും കുറച്ച് പേരൊക്കെ ഇവിടെ നിന്നിട്ട് അവർ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ആഴത്തിലുള്ള കുത്തനെ കാണുന്നുണ്ട്. ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. ഇനിയിപ്പോൾ ഫോട്ടോ സെക്ഷൻ ആയിട്ടാ. അപ്പം എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര ഫോട്ടോ എടുപ്പാണേ. എൻ്റെയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മാറി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തമാശകൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. നല്ലൊരു വൈബായിരുന്നു. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇത്രയ്ക്ക് ഒരു ഇത് അത്രയും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു അനുഭവം ഉണ്ടായത്. പിന്നെ ഇനി മരത്തുമ്പോൾ കുറച്ച് കയറി നോക്കാൻ വേണ്ടിയിട്ട് ഒരു മരം ഉണ്ടായിരുന്നു. അതുമ്മലെ കയറി നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ അപ്പൊ ഞാനിവിടെ മാറുന്ന അവരൊക്കെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ അവിടെ ഇങ്ങനെ ഒരു ഏറുമാടം പോലെ കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് വെച്ചെങ്കിൽ മറ്റേ കയറ് കെട്ടിയിട്ടാണ് കേട്ടോ കയറി പോണത്. അപ്പോൾ പിള്ളേരൊക്കെ ഈസി ആയിട്ട് കയറി അതിൻ്റെ മുകളിൽ ഇരിക്കണ്ടായിരുന്നു. ഇത്ര നേരം അവർ എല്ലാവരും അതിൻ്റെ മുകളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ അവരിറങ്ങി. അപ്പം ഇനി ഞങ്ങൾക്കൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ടേ. എല്ലാവരും അവിടെ ഒത്തുകൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗം കേട്ടത്. അപ്പോൾ പിന്നെ ഈ എന്താ പറയുക, ഇതുമ്മേ ഈ കയറ് കെട്ടിയിട്ട് കയറില്ല, അതുമ്മലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഫ്ലോജിക്ക് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അത് അവൾ കയറി തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു കയറാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് കയറി മുകളിലെത്തി അവിടെ കയറിയിരുന്നു. പിന്നെ ഓരോരുത്തരോട് കയറാനൊക്കെ പറയണ്ടായിരുന്നു. എന്നോടൊക്കെ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ കെട്ടിമറിഞ്ഞ് വീണ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് മെനക്കെട്ടില്ല. പിന്നെ ആരൊക്കെ കയറാൻ വേണ്ടി നിന്നിരുന്നു. പിന്നെ ദീപ കയറാൻ വേണ്ടി പോയി. അപ്പോൾ ദീപ കയറാൻ പോയിട്ട് പകുതി കയറി അവൾ. പിന്നെ അവൾക്ക് ഇത് എളുപ്പമുള്ള കാര്യമല്ല ഈ കയറുമേ കൂടെ കയറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, കാല് നല്ല വേദന എടുക്കുക എന്ന് പറയാം. അപ്പോൾ ചെരുപ്പിട്ട് കയറുകയാണെങ്കിൽ ചിലപ്പോൾ വീടും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് അവസാനിപ്പിച്ചു. അപ്പോഴേക്കും ചായക്കുള്ള സമയമായി. അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ പോയി. അവിടെ തന്നെ റിസോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ചായയും പിന്നെ കൊള്ളിയും കാന്താരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊള്ളി നല്ല സൂപ്പർ കൊള്ളിയായിരുന്നു കേട്ടോ. കാന്താരി സുഖമായില്ല. അപ്പോൾ നേരത്തെ കഴിച്ച് നമ്മുടെ റൂമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങുന്ന സമയമായി. അപ്പം ലേഡീസിന് ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടീമിനാണ് ഒരു മണിക്കൂർ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ആർമാദിച്ചത് കഴിഞ്ഞ് പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി അവിടെ പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസും ഇതൊക്കെയായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കണ സമയമായി. അപ്പോൾ പൊറോട്ട, ചപ്പാത്തി, പിന്നെ റൈസ്, ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും സുഖമായി കിടന്നുറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഉറങ്ങാൻ പോയി. പക്ഷേ ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്.
പിന്നെ ഇനി നേരം വെളുത്തിട്ടുള്ള എല്ലാവരും കുളിച്ച് റെഡിയായി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ മഞ്ഞും ഒക്കെ ആയിട്ട് കുറച്ച് മഞ്ഞൊക്കെ, നല്ല തണവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. ഇപ്പോൾ അവിടെ എന്നാലും കുറച്ച് മഞ്ഞൊക്കെ മൂടിക്കെടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു എല്ലാവരും. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും പരമാവധി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കട്ടൻ ചായ കുടിക്കണവർ കട്ടൻ ചായ കുടിക്കാൻ കണ്ടപ്പോൾ എല്ലാവരും ചായ കുടിക്കാനൊക്കെ പോയി. അപ്പോൾ കട്ടൻ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നൂലപ്പം, പിന്നെ അപ്പം എന്ന് പറയുന്നുണ്ട്, ദോശയല്ല വെള്ളയപ്പമില്ല, അങ്ങനത്തെ ഒരു തരം അപ്പം, അതും പിന്നെ മുട്ടക്കറി കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയായി. അപ്പോൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ബസ്സിലേക്ക് വീണ്ടും എല്ലാവരും കയറി ഇരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ ഉള്ളവരോടൊക്കെ, റിസോർട്ടിലുള്ളവരോടൊക്കെ നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഡിജിഷിയാണേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ലാസ്റ്റ് ആയത്. പിന്നെ ഓരോരുത്തരും വീണ്ടും അതാത് സ്ഥലത്ത് കയറിയിരുന്നു, അവരവരുടെ സീറ്റിൽ കയറിയിരുന്നു. ഇനിയും കുറച്ച് പേരും കൂടി കയറിയിരിക്കാനുണ്ട്. അപ്പോൾ ലഗേജൊക്കെ വീണ്ടും ബാക്കിലൊക്കെ കൊണ്ട് വെക്കണവരാണെങ്കിൽ അവിടെ വെക്കാനും, പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് അവിടെ നിന്ന് കയറി പോരാനൊരു മടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് റെഡി നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും എത്തിയിട്ട് വേണ്ട പോവാൻ. അപ്പോൾ ബാക്കി എല്ലാവരും എടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വീണ്ടും എടുത്തു വെച്ചു. പിന്നെ ഇനി ബാക്കിയുള്ളവർ വരാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു എക്കോ പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇന്നലെ പോയ പോലെയല്ല, ഇന്നത്തെ കാഴ്ചകൾ കുറച്ചും കൂടിയും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി അത് കാണാം കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഇറങ്ങി. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ തൊപ്പിയുള്ളവരൊക്കെ തൊപ്പി വെച്ചോളാൻ പറഞ്ഞു. പിന്നെ കുടയുണ്ട് എല്ലാവർക്കും. കുട ചൂടിയിട്ട് പോകാൻ അവിടെ കുടകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണ്ട കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ കയ്യിലും അവരുടെ ഒരു ബാഡ്ജ് ഒട്ടിച്ചു തന്നു കേട്ടോ. പിന്നെ ഓരോ സെറ്റായിട്ട് ഓരോരുത്തരും ഇങ്ങനെ പോയി. കുറേ ഫോട്ടോ എടുക്കണവരും വീഡിയോ എടുക്കണവരും കാഴ്ചകൾ കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല വെള്ളം വീഴുന്ന നല്ലൊരു ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും അവിടെ. പിന്നെ ഒരു മീനിൻ്റെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. അതിൽ നിറച്ച് മീനുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ഥലം ഉണ്ടാക്കിയിട്ട് മീനിൻ്റെ തീറ്റ ഇട്ടെടുത്തപ്പോഴേ അവരൊക്കെ എൻ്റെ കയ്യുമ്മ പിടിച്ച് എന്താ പറയുക, എനിക്കൊരു ജാതി അസ്വസ്ഥതയായി. കയ്യുമ്മലൊക്കെ പിടിച്ച് ഇങ്ങനെ കടിക്കല്ല, എന്തോ ഒരു ജാതി അവസ്ഥ. നല്ല ഭംഗിയുള്ള മീനുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ തരം പക്ഷികളും ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടാൽ മതി, കാഴ്ചകളൊക്കെ കാണും നിങ്ങൾ. അപ്പോൾ എല്ലാവരും കൈ കാണിച്ചിട്ട് അവർ കയ്യിൽ വന്നിരിക്കണമൊന്നുമില്ലാന്നേ. ഞാൻ കുറേ നേരം കാണിച്ചിട്ട് എൻ്റെ കയ്യിലേക്കൊന്നും വന്നില്ല. പിന്നെ ഓരോരുത്തർ അവർക്ക് ഇഷ്ടം പോലെ തീറ്റകൾ കിട്ടാറുണ്ട്. അപ്പോൾ അവർ കയ്യിൽ തീറ്റ പിടിച്ചിട്ടാണ് നമ്മൾ കൈ കാണിക്കുക. അപ്പോൾ കയ്യിലേക്ക് വന്നിരിക്കണമൊന്നുമില്ല കേട്ടോ. ചിലർക്കൊക്കെ കയ്യിൽ വന്നിരുന്ന് അവരൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കൈ കാണിച്ച് അവരുടെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഞാനതുപോലെ കൈയൊക്കെ കാണിച്ചു. പിന്നെ ലാസ്റ്റാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല, എല്ലാവരുടെ പേരുടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും എടുക്കാൻ പറ്റിയില്ല. മൂപ്പർക്ക് ഞാൻ കൊടുത്തപ്പോൾ അത് നല്ല ഇതിൽ വാങ്ങിച്ചത് കഴിച്ചിട്ട് പിന്നെ അവസാനം പിടിച്ചത് കൊത്തുന്നുണ്ട്. ചെറുതായിട്ട് അതിച്ച് എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറേ തരം ഉണ്ട്. പേരൊന്നും അറിയാത്ത നോക്കാം. കിട്ടിയ
അങ്ങനെ ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറോ. അയ്യോ, എനിക്കതിനെ കണ്ടിട്ട് പേടിയായിട്ടാ. ഞാനതിൻ്റെ അടുത്തൊന്നുമില്ല. കുറച്ച് പേരൊക്കെ മനോജേട്ടനൊക്കെ അതിനെടുത്തു. മനോജേട്ടൻ്റെ പിന്നെ ഒന്നിനും പേടിയില്ലല്ലോ. അപ്പോൾ അതിനെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ എന്തൊക്കെ ആമയുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ആമ. ഞാൻ അതിനെ എടുത്തില്ല. അതിനൊക്കെ എടുക്കാട്ടോ നമുക്ക്. പിന്നെ വേറെ കിളികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തത്തമ്മ, തത്തമ്മ എനിക്കറിയില്ല കേട്ടോ, പേരൊന്നും അറിയില്ല. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നെ വല്ലാണ്ട് നോക്കി. എനിക്ക് മൂപ്പര് മുഖമൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ പിടിച്ച് ഇങ്ങനെ നല്ല കാര്യത്തിൽ നോക്കുന്നുണ്ട്. പിന്നെ ആള് കുറച്ച് തലകീഴായിട്ട് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അതിനെ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു മനോജേട്ടൻ. ഞങ്ങൾക്ക് ചിലർക്കൊക്കെ പേടി, കുറേ പേരൊക്കെ എടുത്തു. കുറേ പേർക്കൊക്കെ പേടിയായിട്ട് എനിക്കതിനെ തൊടാൻ പോലും ഇങ്ങനെ എന്താ പറയുക, അറപ്പ് പോലെ തോന്നിയിട്ട് പേടി അറപ്പും ഒക്കെ കൂടി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ കണ്ടില്ലേ ഒരാളിരിക്കണത്, അത് കഴിഞ്ഞത് അടുത്ത ആൾ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. മൂപ്പര് കുറേ സർക്കസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വില്ലനായിരുന്നു മൂപ്പര്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അത് കഴിഞ്ഞ് എമ്മു ഉണ്ടായിരുന്നു. മൂപ്പർക്ക് തീറ്റ കൊടുക്കുമ്പോൾ കയ്യുമ്മയ്ക്ക് ഇങ്ങനെ കൊത്താൻ നിൽക്കണ പോലെയായിരുന്നു. പിന്നെ എന്തൊക്കെയോ നമുക്ക് എന്നറിയില്ല, അരയന്നങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു, കുറേ തരം ഉണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ പ്ലാന്റ്സിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. അവിടെ കുറേ തരം എല്ലാറ്റിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും പൊട്ടിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോന്നു. അതിലൊരു കായ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തൊട്ടൊക്കെയെന്നറിയില്ല, ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ തരം ഉണ്ട്. നമുക്ക് കേൾക്കാത്തതും കാണാത്തതൊക്കെ ആയിട്ടുള്ള പഴങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിട്ടാന്ന് ഇനി സ്നേഹിക്കൊക്കെ ഉള്ള ഭാഗമാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയേ ചെയ്തില്ല. എനിക്ക് ഈ പാമ്പിനെ ഭയങ്കര പേടിയാണ്. എനിക്കത് കണ്ടാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കാരണം ഞാൻ അവിടെ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഇത് പിന്നെ അവർ ആരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസുകളാണ്. അവരൊക്കെ അതിൻ്റെ അടുത്ത് കഴുത്തിലിട്ട് എനിക്ക് അയ്യോ എന്താ പറയുക. പ്രേമയില് പൽവാൻ പീക്കോക്ക് എന്ന് പറയും. ഫിലിപ്പീൻസിലെ ഒരു ഐലൻഡാണ് പൽവാൻ. അവിടെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. ബ്ലൂ ഷെയ്ഡ് മെയിലും ബ്രൗൺ ഷെയ്ഡ് ഫീമെയിലും. ഈ വീഡിയോ അടുത്ത് നമുക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി. അതിനെ കണ്ടിട്ട് ചിലർക്കൊക്കെ പേടിയായി, ചിലരൊക്കെ പേടിച്ചോടി. ആള് കുഴപ്പമൊന്നുമില്ല, പാവായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ദേവികയുടെ തൊപ്പി തന്നെ മൂപ്പര് ഏത് നേരം എടുത്ത് അവളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മൂപ്പരെ കൂടെ നടന്ന് ഫോട്ടോ എടുത്തു. എനിക്ക് ഷെയ്ക്കിൻ്റെ തന്നു. പിന്നെ ഞാനും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ആളുടെ കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച ആൾ നല്ല എൻജോയ് ചെയ്യണ മൂഡിലായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ടായി, ഡാൻസ് കളിക്കും. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ മൂപ്പര് ഓക്കെ ആയിരുന്നു. എല്ലാവരും ആളുടെ കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ കുതിര സവാരി ഉണ്ടായിരുന്നു. കുതിരപ്പുറത്ത് കയറുന്നതുണ്ടായിരുന്നു. പിന്നെ കുതിരയുടെ കൂടെ വോക്ക് ചെയ്യുന്നതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുതിരയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ആള് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ആള് നമുക്ക് ഇതായിട്ട് കാണിച്ചൊക്കെ തന്നു കേട്ടോ. വീഡിയോക്കൊക്കെ പോസ് ചെയ്ത് തന്നു. എക്കോ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഫുഡ് കഴിക്കാൻ ഞാനൊക്കെ ചോറാണ് വാങ്ങിച്ചത്. ചോറും അവിയൽ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു.
ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് അഭയാരണ്യത്തിലാണ് കേട്ടോ. അവിടെ നമ്മൾ ഈ കാട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ആനകളില്ലേ, അവരെ ട്രെയിൻ ചെയ്ത് നാട്ടാനയാക്കിയിട്ടുള്ള പരിശീലിപ്പിക്കണ സ്ഥലമാണത് അവിടെ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ എത്തിയത്. അവിടെ അഞ്ചങ്ങടാണ് ആനകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരു മാനിൻ്റെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ആനകളൊക്കെ അകലെ കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊന്നും അങ്ങനെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആനകളെ കെട്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഓരോ ആനകളെ കുറിച്ചൊരു പേരും അവരെവിടെ നിന്നാണ് വന്നുള്ളതെന്നും ഒക്കെ ഉള്ളൊരു ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ആനയും അവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു രണ്ട് മൂന്ന് നാല് ആനകളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരാൾ മാത്രം ഇത്തിരി ഇണങ്ങാത്തതുണ്ടായിരുന്നു. തന്നെ അതിനെ വേറെ മാറ്റി നിർത്തിയെടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരു ആനേനെ പുഴയിലേക്ക് കുളിക്കാൻ കൊണ്ടെടുക്കുക എന്ന് പറയണ കേട്ടു. നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആനകളൊക്കെ കണ്ടു. കുറേ അകലെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അവിടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അകലെ നിന്നിട്ട് നമുക്ക് എടുക്കാവുന്നതിൻ്റെ അത്ര ഇതിൽ നമ്മൾ എടുത്ത്. ഇപ്പോൾ മൂപ്പരാണ് ഇത്തിരി ഇണങ്ങാത്ത ആന എന്ന് പറഞ്ഞത്. അപ്പോൾ ആളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പീലാണ്ടി ചന്ദ്രു. അപ്പോൾ ആൾ വന്നത് എവിടെ നിന്നാണെന്നും ഒക്കെ അവിടെ ഫുള്ള് വിവരങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഒന്ന് ചായ കുടിച്ചു. പിന്നെ നമുക്ക് ഡാൻസായി. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ രാത്രി ഫുഡും കൂടി കഴിച്ചിട്ട് പിരിയാമെന്ന് പറഞ്ഞു. പീറ്റുമോറിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ പൊറോട്ടയും ചപ്പാത്തി, പെപ്പർ ചിക്കൻ, പിന്നെ ബട്ടർ ചിക്കൻ അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഫിനാൻസിൻ്റെ ട്രിപ്പ് ഇതോടുകൂടി പൂർണ്ണമായി. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എപ്പോഴേക്കും ക്ഷീണമായി ഞങ്ങൾക്കൊക്കെ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ ഫിനാൻസ് ഗ്രൂപ്പിൻ്റെ ട്രിപ്പിൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. പരമാവധി എല്ലാതും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.